നമ്മളെ ഉം, നല്ല ഡീപ്പ് സ്ലീപ്പിൽ ഉറങ്ങുക. ഓക്കെ, ഉം. നല്ല സുഖമായിട്ട് ഉറങ്ങുക. അപ്പത്തേക്കിനും പെട്ടെന്ന് ഒരു 5:30 ആകുമ്പത്തേന് കിർന്ന് പറഞ്ഞിട്ട് ഒരു അടി. എന്താ നീ ചെയ്യാ? പെട്ടെന്ന് അത് ഓഫ് ചെയ്ത് എണീക്കോ? അതോ ഓക്കെ സ്നൂസ് എന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് സ്നൂസ് ചെയ്തോണ്ടിരിക്കോ? ഓക്കെ. ഇതെനിക്ക് പറ്റിയ ഉത്തരല്ല. നീ എന്താ ചെയ്യാ പറയ്? ഞാൻ ഓഫ് ചെയ്ത് ചാടി എണീറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് പരിപാടികൾ ചെയ്യാൻ വേണ്ടി പോകും. അതാണ് ഗുഡ് ഗേൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. എനിക്കറിയാം ഞാൻ ആ ഗുഡെന്ന് ഇവിടെ ഇവിടെ ഞാനത് ഇവിടെ ഉണ്ടോ? ഞാനത് സ്നൂസ് ചെയ്ത് ഒരു 5 മിനിറ്റ് അല്ല 2 മിനിറ്റൊക്കെ കിടക്കും. പിന്നെയും അടിക്കും. പിന്നെയും പിന്നെയും 2 മിനിറ്റ് സ്നൂസ് ചെയ്യൂ? അപ്പൊ ഈ ഓരോ 2 മിനിറ്റ് കഴിയുമ്പോ പിന്നെ സ്നൂസ് ചെയ്തോണ്ടിരിക്കും. ഓക്കെ, ഒരു 5:30 അറിയാൻ ആഗ്രഹം ഉം, ഉണ്ടായിട്ടൊക്കെ ഒരു 5:30ക്ക് നീ അലാം വെച്ചു എന്ന് വിചാരിച്ചോ. ഉം. ഏകദേശം എണീറ്റ് വരുമ്പോ എത്ര മണിയാവും? നിനക്ക് വേറൊരു സത്യം ഞാൻ പറഞ്ഞിരുന്നു. ഉം. ഞാൻ എല്ലാരും എനിക്ക് 5:30ക്കാ എണീക്കേണ്ടത് വെച്ചാൽ ഞാൻ 4:45, 4:55, 5:05, 5:15 ഇങ്ങനെ എല്ലാം വെക്കൂടാ. എന്റെ വീട്ടിലുണ്ട് രണ്ടുപേര്, എന്റെ മക്കള് ഇങ്ങനെ തന്നെയാ വെക്കുന്നത്. ഞാൻ ചോദിക്കും അപ്പൊ ഉറക്കം പോവില്ലേ എന്ന് പറയും. അത് സ്നൂസ് അങ്ങോട്ട് ചെയ്താ അങ്ങനെ പിന്നെയും കിടന്നുറങ്ങും. എനിക്ക് തോന്നേ എനിക്കത് പറ്റില്ല. എനിക്കത് പറ്റുകയില്ല. ഞാനൊന്ന് സ്നൂസ് ചെയ്താലും ഈ സ്നൂസ് ആ ടൈം എത്രയാണെങ്കിലും 5 മിനിറ്റ്സോ 2 മിനിറ്റ്സോ ആണെങ്കിലും ഞാനിങ്ങനെ അലേർട്ടായിട്ട് കണ്ണും തുറന്ന് കിടക്കും. അപ്പൊ ഞാനെന്താ വിചാരിക്കുക, അതിനെക്കാട്ടും നല്ലത് എണീറ്റ് പോയാൽ അത്രയും പണിയെങ്കിലും തീരില്ലേന്ന്. നിന്റേതാ നല്ലത്. ഇങ്ങനെയാണ് ആവണ്ടത്. എനിക്ക് പറ്റുന്നില്ല. എന്റെ പ്രശ്നം കേൾക്കണോ? ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ 5:30 ആവുമ്പോഴേക്ക് ഞാൻ എണീക്കൂല്ല. പിന്നെ ഒരു 5:45, 5:50 ഒക്കെ ആകുമ്പോൾ ഞാൻ ചാടി പിടിച്ച് എണീറ്റിട്ട് നീ പറഞ്ഞ പ്രാർത്ഥനയും ഇരിക്കലും ഒന്നുമില്ല. പട 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 പടാന്ന് എല്ലാം ലേറ്റ് ഓടി പോവുക, ഓരോരോ പണി ചെയ്യുക. ഒട്ടും നല്ലല്ലാത്ത സ്വഭാവമാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ സ്ട്രെസ് കൂടില്ലേ? ആ അപ്പൊ ആ ദേഷ്യം ബാക്കിയുള്ളവരുടെ അടുത്ത് കാണിക്കുവോ? അങ്ങനെ ദേഷ്യക്കാരാണോ? ബാക്കിയുള്ളവരോടല്ല, എനിക്ക് എപ്പോഴും ദേഷ്യം എന്നോട് തന്നെയാ വരിക. എപ്പോഴും ഞാൻ വിചാരിക്കും നന്നാവണം നന്നാവണം എന്ന്. സാധാരണ ഒരു ദിവസം പിന്നെയും പോട്ടെ കേട്ടോ, നമ്മളതിൽ എപ്പോഴും ഒരു 10-20 മിനിറ്റ്സ് നമ്മളതിൽ സ്പെയർ ചെയ്യാനുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഡേ ആണ്. നമ്മൾ കറക്റ്റ്ലി പ്ലാൻ ചെയ്ത് വെച്ച നമ്മളെ സമയത്ത് ഞാൻ ഈ സ്വഭാവം കാണിച്ചാൽ എനിക്ക് തന്നെ എന്നോട് ഭയങ്കര ദേഷ്യം വരൂടാ. ഉം. അത് ശരിയാട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോണം, അല്ലെങ്കിൽ ഒരു ട്രാവൽ പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ ആ നിക്ക് ഓഫ് ദ മൊമെന്റ് എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. പ്രശ്നം എന്റെ വിജയാന്റെ എന്റെ ഡാഡിന്റെ സിസ്റ്റർ കേട്ടോ, വിജയാന്റെ എനിക്ക് ഒരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ പരിപാടി അതാണ്. അതെന്താന്ന് വെച്ചാല് ഈ 4 അലാം 5 അലാം ഞാൻ വെക്കുമ്പം എനിക്ക് സബ് കോൺഷ്യസ്ലി തലേന്ന് രാത്രി അറിയാം ഫസ്റ്റ് അലാമിൽ എണീക്കണ്ടെന്ന്. അത് ശരിയാ. പിന്നെ കിടന്നു കഴിയുമ്പോൾ നമുക്ക് കൗണ്ട് ഒന്നുമില്ല. ഈ ഉറക്കത്തിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് അലാം സെക്കൻഡ് അലാം ഒന്നും അറിയില്ല. എല്ലാം ഓഫിങ്ങാ, അങ്ങനെ ഓഫ് ചെയ്യുക അത്. അപ്പൊ വിജയന്റെ പറഞ്ഞു ഇമ്പോർട്ടന്റ് ഡേയ്സിൽ പ്രത്യേകിച്ചും കീപ് ഓൺലി 1 അലാം. ഇപ്പൊ എനിക്ക് 5 o'clock എണീക്കാനാ പ്ലാൻ വെച്ചാൽ 4:55 വെച്ചാൽ മതി. ഞാൻ ഈ 4:15 മുതൽ ഇങ്ങനെ ടപ്പ വെക്കണ്ട. 4:55 എല്ലാം വെക്കുക. ആ ഫസ്റ്റ് എല്ലാം അടിച്ചതും എണീറ്റിരിക്കുക, എല്ലാം ഓഫ് ചെയ്യുക, പിന്നെ കിടക്കരുത്. ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് അതേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഉം, ഈ ചിലപ്പോ നമ്മുടെ അലാമോ ഉം, അല്ലെങ്കിൽ ഉം, മൊബൈലോ ഉം. എന്തെങ്കിലും കുറച്ച് ദൂരെ വെച്ചാലോ? അത് നല്ല ഐഡിയ കേട്ടോ. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അതാകുമ്പോ ശരിയാണ്. അപ്പൊ എന്താ പറയാ, ഈ എന്റെ എണീറ്റ് പോയി ഓഫ് ചെയ്യണ്ടേ? അവിടുന്ന് തന്നെ ഓഫ് ചെയ്യുന്നതിന് പകരം എണീറ്റ് പോയാൽ പിന്നെ ചിലപ്പോ നമ്മൾ പിന്നെ വന്ന് തിരിച്ച് ആ കിടക്കണ്ടാവും. സ്ലീവ് അങ്ങോട്ട് ബ്രേക്ക് ആവുമല്ലോ. അപ്പൊ അതെ. പിന്നെ നമ്മൾ എണീക്കുമായിരിക്കും. പക്ഷെ ഉം. കൂടെ ആരൊക്കെ കിടക്കുന്നോ അവർക്കൊക്കെ ഡിസ്റ്റർബൻസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോ ആ സമയത്ത് എണീക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ആലോചിച്ചിട്ടൊക്കെ ശരിക്കും എല്ലാം തൊട്ട സൈഡിൽ വെക്കുന്നത്. ഉം. രണ്ടാമത് കുറേ പ്രാവശ്യം അടിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവണ്ടാന്ന് വെച്ചിട്ടാണ് ആദ്യത്തെ അടിയിൽ ഞാൻ അത് ഓഫ് ചെയ്യുന്നത്. പക്ഷെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ മനസ്സിൽ എല്ലാം ഒരു ഭയങ്കര വില്ലൻ. ആ, അങ്ങനെ വില്ലനൊന്നും ആക്കണ്ട കേട്ടോ. സ്നൂസിനെ രാജാവും ആക്കണ്ട, അല്ല ഹീറോയും ആക്കണ്ട. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ രാവിലെ എണീക്കുന്നതുകൊണ്ട് എനിക്ക് എന്താ തോന്നുന്നതെന്ന് പറഞ്ഞാൽ, രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കിനും എനിക്കെല്ലാം സാവകാശം ചെയ്യണം. എനിക്ക് ഹറിബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാ. എനിക്കത് ഇഷ്ടേ അല്ല. എൻ്റെ രാവിലെ എങ്ങനെയാണോ അതുപോലെ ഇരിക്കും എൻ്റെ പിന്നെ ഒരു എന്താ പറയുക, ഒരു ഉച്ചവരെയെങ്കിലും ആ ഒരു മൂഡിലാണ് പോകുന്നത്. അപ്പം എനിക്കെല്ലാം ഇങ്ങനെ പതുക്കെ പതുക്കെ ഓക്കെ, ഒന്ന് പോയി വെള്ളം കുടിക്കണമെങ്കിൽ അവിടെ റിലാക്സ് ആയിട്ട് പോയി ഇരുന്ന് വെള്ളം കുടിക്കുക. ചായ കുടിക്കുമ്പോൾ ചായ എടുത്തിട്ട് വന്ന് ഒന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചായ കുടിക്കുക. അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു ടൈം കിട്ടാൻ വേണ്ടി ആയിരിക്കാം. പിന്നെ ഞാനൊരു ലൈറ്റ് സ്ലീപ്പറാന്ന് ഞാൻ പലതവണയും പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ടായിരിക്കും ഈ ഒരു അലാമിൽ തന്നെ ഞാൻ ചാടി എണീക്കും. പക്ഷെ ഇതിനൊരു നെഗറ്റീവ് സൈഡും ഉണ്ട്. ഇപ്പൊ സൺഡേ ആണെങ്കിലും ഞാൻ അലാം വെക്കും.
6, 6:30 പക്ഷെ ശരിക്കും ആ സമയത്ത് എനിക്ക് എണീക്കേണ്ട കാര്യമില്ല. ചില സമയത്ത് ക്ഷീണം കാരണം നല്ല ഉറക്കത്തിലായിരിക്കും. പക്ഷെ ഈ 6:30 അലാം അടിച്ച് ഞാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും വാച്ചിലാ വെക്കുക. ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. അപ്പൊ ഞാൻ ഓർക്കും ശ്ശോ! വെക്കേണ്ടിയിരുന്നില്ലാന്ന്. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു പ്രശ്നവും കൂടെ ഉണ്ട് കേട്ടോ അതിന്. എല്ലാവർക്കും ഓരോ പ്രോബ്ലം. പക്ഷെ ഇതില് കമ്പാരിറ്റീവ്ലി ഞാൻ പറയുന്നത് നല്ലത് കറക്റ്റ് ടൈമിന് എല്ലാം വെച്ച് വേഗം എണീച്ച് ഈ നീ പറഞ്ഞ പോലെ സാവകാശം ഒന്ന് തൊഴുത് അവനവന്റെ ഡേ ഒരു സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയാൽ അത് തന്നെയാണ് ബെസ്റ്റ്. അപ്പൊ ഇന്നത്തെ ഇതിന്ന് ഞാൻ മനസ്സിലാക്കിയ 2 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലി പോസിബിൾ. ഒന്ന് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്ത മെത്തേഡ്, ഒന്ന് ഇപ്പൊ നീ പറഞ്ഞ സജഷൻ. ഫസ്റ്റ് വൺ, 4-5 എല്ലാം വെക്കണ്ട. സ്നൂസിങ് ഇസ് നോട്ട് ഓൾവേസ് എൻ ഓപ്ഷൻ. അങ്ങനെ വെക്കണ്ട. കാരണം നമ്മൾ ഈ സ്നൂസ് ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ ഫ്യൂച്ചറിനെ പല രീതിയിൽ ബാധിക്കുന്നു സ്വഭാവത്തിന്. അപ്പൊ സ്നൂസ് ചെയ്യാതെ വെക്കുന്ന ഒരു അലാമില് എണീക്കുക. പിന്നെ കംഫർട്ടബിൾ സമയത്ത് എല്ലാം വെക്കുക. ആ. ഞാൻ ചെയ്യുന്ന പരിപാടി എനിക്ക് 5 മണിക്ക് എണീക്കണമെങ്കിൽ ഞാൻ 4:30 എല്ലാം വെക്കുക. അപ്പൊ എനിക്ക് തന്നെ അറിയാം 4:30 എനിക്ക് എണീക്കേണ്ട ആവശ്യമില്ലാന്ന്. പക്ഷെ പിന്നെ 5 എണീക്കില്ലേ, 5:15 ആവും. അപ്പൊ അതുകൊണ്ട് കംഫർട്ടബിൾ ടൈമിന് മാത്രം എല്ലാം വെക്കുക. ഒരേ ഒരു അലാം, സോ ദാറ്റ് നമ്മളെ ബ്രെയിനിന് അറിയാം നമ്മൾ എണീക്കുമെന്ന്. രണ്ടാമത് രഞ്ജു പറഞ്ഞ സജഷൻ, കട്ടിൽ നിന്ന് എണീക്കാൻ മടിയുള്ളവരാണെങ്കിൽ കുറച്ചു ദൂരം എല്ലാം വെച്ചാൽ അതെ. നമ്മൾ ഒന്ന് നടന്നു പോകുമ്പോൾ നമ്മളെ ബ്രെയിൻ ഒന്ന് ആക്റ്റീവ് ആവും. പക്ഷെ അത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സമാധാനം ഒന്ന് വേറെയാണ്. അത് അല്ലേ? അതെ. ആ ഡേയും നമുക്കൊന്ന് പതുക്കെ റിലാക്സ് ചെയ്ത് തുടങ്ങാൻ പറ്റും. ഹറി പക്ഷെ ഓർമ്മയുണ്ടോ നമ്മളുടെ അടുത്ത് വിജിതയുടെ കൂടെ നമ്മളുടെ ആ ഇന്റർവ്യൂവിന്റെ സമയത്ത് വിജിത പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ 1 മണിക്കൂർ മുമ്പേ എപ്പളും 1 മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പേ എണീക്കാറുള്ളൂ. പക്ഷെ എന്റെ അടുക്കളയിലെ പണിയാവും, തുണി അലക്കൽ എല്ലാം എല്ലാ പരിപാടിയും കഴിയും, വാഷിങ്ങും എല്ലാം കഴിയുംന്ന് പറഞ്ഞ് ചിലപ്പോ അങ്ങനെയുള്ളവരും ഉണ്ടാവും. കറക്റ്റ്. ഇങ്ങനെ ചടപടയെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നവര്. അവര് ഈ നേരത്തെ എണീക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. പക്ഷെ എനിക്കൊക്കെ പതുക്കെ ചെയ്യുന്നതാ ഇഷ്ടം. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് രണ്ടാളെയും സ്നൂസിനും അലാമിനും ഒരേ ഈക്വൽ പോയിന്റ്സ് കൊടുക്കാം. അതെ, അതെ. അല്ലെ? കുറച്ചും കൂടി നല്ലത് അലാമാണെങ്കിലും സ്നൂസിന് നമുക്ക് ചില ദിവസങ്ങളിൽ ഇറ്റ് ഇസ് ഓക്കെ. ബാക്കി ദിവസങ്ങൾ എല്ലാം അടിക്കുന്ന പോലെ ചെയ്യുക. പിന്നെ അവനവന്റെ പേഴ്സണാലിറ്റി പോലെ അല്ലെ? ആ. ചാടി പിടിച്ച് എല്ലാം ഫാസ്റ്റായി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും നല്ലത് തന്നെയാണ്. കുറച്ച് സ്ലോ സ്റ്റാർട്ട് മതി, ഹാപ്പി സ്റ്റാർട്ട് വേണമെങ്കിൽ. അങ്ങനെ. അപ്പം എല്ലാം ഉണ്ടെങ്കിൽ അതൊരു ബ്ലെസ്സിങ്. എല്ലാം കേൾക്കാൻ പറ്റുവാണെങ്കിൽ അത് വേറൊരു ബ്ലെസ്സിങ് അല്ലേ? സ്നൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വേറൊരു ബ്ലെസ്സിങ്. അപ്പൊ ഡോണ്ട് ഫർഗെറ്റ് ടു കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് എർത്ത്. റൺ ആൻഡ് ഗോ.